ഹലോ എവ്രിവൺ, SSC MTS ബന്ധപ്പെട്ട ക്ലാസ് സീരീസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നില്ലേ, എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, 3 മാസമല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ SSC MTS ബന്ധപ്പെട്ട വീഡിയോസിന്റെ താഴെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ആൻസർ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ദിശ അക്കാഡമി എല്ലാ ക്ലാസ്സുകൾക്കും, അതായത് SSCയുടെ എല്ലാ ക്ലാസ്സസും, SSC CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, MTS ആയിക്കോട്ടെ, CPO ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ പരീക്ഷകൾക്കും റെഗുലർലി നിങ്ങൾക്ക് ഫ്രീ വീഡിയോ ക്ലാസ്സസ് തരുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ SSC MTSന്റെ നോട്ടിഫിക്കേഷൻ വന്ന അന്ന് മുതൽ SSC MTSന്റെ പുതിയ ഫ്രീ യൂട്യൂബ് ക്ലാസ് ഇല്ലേ എന്ന കാര്യം നമ്മളെ സ്ഥിരമായിട്ട് വിളിച്ചു ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളോട് അത്രയും സന്തോഷമുള്ള ഒരു വാർത്തയാണ് പറയാനുള്ളത്. SSC MTSന്റെ ഏറ്റവും പുതിയ യൂട്യൂബ് ഫ്രീ ക്ലാസ് സീരീസ് ആയ SSC MTS തണ്ടർ ബാച്ച് നമ്മൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നാളെ മുതൽ SSC MTSന്റെ തണ്ടർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഫോർമേഷൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മെയിൻ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നൊരു ചെറിയ അവയർനെസ്സും കൂടെ നിങ്ങളുടെ അടുത്ത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെ ഫോളോ ചെയ്യണം നമ്മുടെ ക്ലാസ്സസ്, നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം തുടങ്ങിയ കുറച്ച് ഗൈഡൻസ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയട്ടെ, SSC MTSന്റെ ഏറ്റവും പുതിയ തണ്ടർ ബാച്ച്, തണ്ടർ എന്ന് പറഞ്ഞാൽ ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് വളരെ ഇൻട്രസ്റ്റോടുകൂടി വളരെ പെട്ടെന്ന് 3 മാസമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഈ 3 മാസം എങ്ങനെ വളരെ പെട്ടെന്ന് ഇടിച്ചു കുത്തി അങ്ങ് നമുക്ക് പഠിക്കാം അല്ലേ. അപ്പോൾ SSC MTSന്റെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞോട്ടെ, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്. MTS എക്സാം അപ്ലൈ ചെയ്യാത്തവരുണ്ട് 31/7/2024 ലാസ്റ്റ് ഡേറ്റ്. അപ്ലൈ ചെയ്യാൻ ഉള്ളവർ എത്രയും പെട്ടെന്ന് SSCയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും MTSന് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ നാളെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. നിങ്ങളത് കാണാൻ ശ്രമിക്കുക, അതിനുശേഷം അപ്ലൈ ചെയ്യുക, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തോളുക. ഇനി എന്നാണ് നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്? ഒക്ടോബർ നവംബർ മന്ത്സിലാണ് നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പ്ലാനിലേക്കാണ് ഇനി വരേണ്ടത്. അതായത് ഇപ്പോൾ ജൂലൈ ആണ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നമുക്കൊരു 3 മാസം അല്ലെങ്കിൽ 3 to 4 months മാത്രമേ നമുക്കിനി പ്രിപ്പയർ ചെയ്യാൻ എന്ന് നമ്മൾ കരുതാൻ പാടുള്ളൂ. അപ്പോൾ ആ 3 months ഒരു ക്ലിയർ കട്ട് പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് SSC MTS എക്സാം ക്ലിയർ ചെയ്യാം. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്ന കുറേ കമൻറ്റുകളാണ്, 3 മാസത്തിലൊന്നും പഠിക്കാൻ പറ്റില്ല, 3 മാസത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ കുറേ നെഗറ്റീവ് കമൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇന്നലെ ഒബ്സർവ് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്, എനിക്ക് ഇങ്ങനെ പറ്റില്ല, അതായത് ഈ സമയം കൊണ്ട് കിട്ടില്ല, 3 months ഇനഫ് ആണോ, 3 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ, പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ആവാം, അവർക്ക് 3 മാസം കൊണ്ട് പറ്റിയില്ല എന്ന് വെച്ച് 3 months കൊണ്ട് SSC MTS എക്സാം പറ്റില്ല എന്ന് പറയാൻ അവർക്ക് പറ്റില്ല. കാരണം കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഞാനത് വളരെ ക്ലിയർ ആയിട്ട് പറയട്ടെ. ഞാൻ എന്തുകൊണ്ടാണ് 3 മാസം കൊണ്ട് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കാരണം, അത് എല്ലാവർക്കും പറ്റുമെന്നല്ല, അതിന് ചില ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാം. കാരണം എനിക്കറിയാവുന്ന സ്റ്റുഡൻസ് നമ്മുടെ കൂട്ടത്തിൽ നിന്നും അങ്ങനെയുള്ള സ്റ്റുഡൻസ് എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. 3 മാസം മുതൽ 6 മാസത്തിനുള്ളിൽ വരെ പരീക്ഷകൾ ക്ലിയർ ചെയ്ത കുറേ ആൾക്കാരെ നമ്മുടെ എക്സ്പീരിയൻസിൽ അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എങ്ങനെ 3 മാസം കൊണ്ട്, ഇത്രയും വർഷമായിട്ട് പഠിച്ചിട്ടും കിട്ടാത്ത ആൾക്കാരുണ്ട്. ഡിപ്പെൻസ് ആളുകളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യും, അവരിടുന്ന എഫേർട്ട് ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ അവരുടെ ഇനിഷ്യലി ഉള്ള ഇൻ്റലിജൻസ് ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ ഇനിഷ്യലി ഉള്ള അവരുടെ നോളജ് ഡിപ്പെൻഡ് ചെയ്യും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. അല്ലാതെ എല്ലാവർക്കും 3 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 to 4 months ജോലി മേടിക്കാമെന്ന് ഞാൻ ഒരു കാരണവശാലും പറയില്ല. കാരണം നിങ്ങളിടുന്ന എഫേർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കുന്ന മെത്തേഡ് ശരിയാണോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ആരുടെ ഗൈഡൻസ് മേടിച്ചാണ് പഠിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ടു ദ പോയിന്റ് ആണോ നിങ്ങൾ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡൻസ് വെച്ച് ഒരുപാട് ആൾക്കാർ SSC MTS പോലെയുള്ള പരീക്ഷകൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് തരാനുള്ള പ്രൂഫ്. ഉറപ്പായിട്ടും 3 months അല്ലെങ്കിൽ 4 months ഇനി വരുന്ന സമയത്ത് നമുക്ക് ക്ലിയർ കട്ട് പ്ലാനിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയുള്ള പരീക്ഷകൾ ക്ലിയർ ചെയ്യാം. ഇതൊരു ഫോൾസ് ആയിട്ടൊരു വാഗ്ദാനം തരികയല്ല. പരീക്ഷകളുടെ നിലവാരം അനുസരിച്ച് ഒരുപക്ഷെ SSC CGL പരീക്ഷ പോലെയുള്ള വലിയ പരീക്ഷകൾ 6 മാസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. പറ്റില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടാവും, പറ്റുമെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ഇതിനെല്ലാം ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡൻ്റ് ആണ്. സോ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലും വരുന്നൊരു ദിവസവും ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ SSC MTS 3 to 4 months കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റും.
ഡിപ്പെൻസ്, നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം എല്ലാം നമ്മൾ പറയുന്നുണ്ട്. ആ രീതിയിൽ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രോപ്പർലി പറ്റുന്ന ഒരു സിമ്പിൾ എക്സാം ആണ്. കാരണം ഇതിൽ കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. എല്ലാ പരീക്ഷകളെ പോലെ മാത്സ്, റീസണിങ്, GK, ഇംഗ്ലീഷ് എല്ലാം വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. മെയിനായിട്ടും നിങ്ങൾക്കറിയാം, എക്സാം പാറ്റേൺ അറിയാവുന്നവർക്കറിയാം, GK, ഇംഗ്ലീഷ് കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തൊരു പ്രിപ്പറേഷൻ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിലബസ് നിങ്ങൾക്കറിയാം, 4 ടോപ്പിക്കുകൾ അല്ലെങ്കിൽ 4 സബ്ജക്റ്റുകൾ നമുക്കുണ്ട്. റീസണിങ്ങും ഉണ്ട്, മാത്സും ഉണ്ട്. റീസണിങ്ങും മാത്സും അപ്പോൾ 2 പാർട്ടായിട്ടാണ് ഈ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. അതായത് ഒരു പാർട്ടിൽ റീസണിങ്ങും മാത്സും വരുന്ന ഒരു പാർട്ടുണ്ട്. ആ പാർട്ടിൽ 20 വെച്ച് 40 ചോദ്യമാണുള്ളത്. ആ 40 ചോദ്യത്തിന് നിങ്ങൾക്ക് 120 മാർക്ക്, 3 മാർക്ക് വെച്ചിട്ട് 120 മാർക്കുള്ള പാർട്ട് 1 എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫയർ ആണ്. നിങ്ങൾ മിനിമം മാർക്ക് മേടിച്ച് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾ മാത്സ് അറിയാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് റീസണിങ്ങിൽ കൂടുതൽ മാർക്ക് മേടിച്ചിട്ട് സ്റ്റേജ് 1 നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, അതായത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അത് മിനിമം മാർക്ക് ക്വാളിഫൈ ചെയ്താൽ മതി. അതിൽ എത്ര മാർക്ക് മേടിച്ചാലും അത് നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ ഈ ഒരു പാർട്ട് നിങ്ങൾ ഒരു തരത്തിലും വറി ചെയ്യേണ്ടതാണ് പറയുന്നത്. നിങ്ങൾക്ക് മിനിമം മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. സിമ്പിളായിട്ട് ബേസിക്സ് ഉണ്ടാക്കി ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്റ്റേജ് 1 ക്ലിയർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ വരേണ്ട ഏതിലൊക്കെയാണ്? ഇംഗ്ലീഷും GK. ഈ 2 സബ്ജക്റ്റിൽ നിന്നും 25 50 ചോദ്യങ്ങളുണ്ട്. 50 × 3 150 മാർക്കിനാണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ മാർക്ക് ലിസ്റ്റ് വരുന്നത്. സോ ഈ ഒരു മാർക്കാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യൽ. എന്ന് വെച്ച് മാത്സും റീസണിങ്ങും ഒന്നും നോക്കാതെ പോകണമെന്നല്ല. ഒരുവിധം ബേസിക്സ് ഉള്ളവർ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസും എല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. ഇല്ലാത്തവർ ഫണ്ടമെന്റലി ഈ ടോപ്പിക്സ് എന്താണ്, മാത്സ്, റീസണിങ് ടോപ്പിക്കുകളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. അപ്പോൾ നമ്മുടെ മെയിൻ കോൺസെൻട്രേഷൻ എവിടെയാണ്? 50 ചോദ്യങ്ങളല്ല, 150 മാർക്കുള്ള ഈ ഇംഗ്ലീഷും GK, ഈ 2 പാർട്ടുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ 2 പാർട്ടിൽ നമ്മളൊരു ബേസിക് സ്ട്രാറ്റജി എപ്പോഴും അഡോപ്റ്റ് ചെയ്യണം. നമ്മുടെ മുമ്പിൽ ഒരു 3 മന്ത്സ് ഉണ്ട്, 1 to 3 മന്ത്സ് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ 3 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഈക്വലി ഡിവൈഡ് ചെയ്യണം എന്നല്ല, ഒരു ഓവറോൾ ഐഡിയ ആണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇനിഷ്യലി വരുന്ന 1 മാസം അല്ലെ 1.5 മാസം കൊണ്ട് ബേസിക്സ്, അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മന്ത്സ് വരെ എടുക്കാം. 2 മന്ത്സ് വരെ എടുക്കുന്ന ടൈം പീരീഡ് കൊണ്ട് നിങ്ങൾ സിലബസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. സിലബസ്, ബേസിക് സിലബസ്. ആ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, GK എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ടോപ്പിക്കാണ്. എന്നാലും ഇതിനകത്ത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ആ ഏരിയയിലൂടെയെങ്കിലും കടന്നുപോയി ബേസിക് സിലബസിലൂടെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ അടിച്ച് 1 to 2 മന്ത്സ്, മാക്സിമം എടുക്കേണ്ട സമയം അത് 2 മന്ത്സ് ആണ്. 2 മന്ത്സിനുള്ളിൽ കവർ ചെയ്യണം. ഇനിയും രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് റിവിഷൻ ആണ്. ഇത് റിവിഷന്റെ പാരലായിട്ട് തന്നെ നമ്മൾ മോക്കുകളും റെഗുലറായിട്ട് ചെയ്തു തുടങ്ങണം. ഈ 3 കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മോക്ക് എക്സാംസ് എങ്ങനെ ഓരോന്ന് ചെയ്യേണ്ടതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് സിലബസ് കവറിങ്, 2 അത് റിവൈസ് ചെയ്തുകൊണ്ട് തന്നെ മോക്ക് എക്സാംസ് എഴുതുക. റിവൈസ് ചെയ്യുന്നതിന് പാരലായിട്ട് തന്നെ മോക്ക് എക്സാംസ് നിങ്ങൾ എഴുതി തുടങ്ങുക. ആ മോക്ക് എക്സാംസ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രോബ്ലം എവിടെയാണെന്ന് മനസ്സിലാക്കി തന്നെ മോക്ക് എക്സാംസിലൂടെ പോവുക. ഇത് മാത്രമേ നിങ്ങൾക്ക് ക്ലിയർലി ചെയ്യാനുള്ള ഒരു പ്രോസസ് ഉള്ളൂ. ഓവറോൾ പ്രോസസ് ആണ് പറഞ്ഞത്. നിങ്ങൾ 3 മാസത്തേക്കും ചെയ്യേണ്ട വഴിയാണ്. ഇതിനകത്ത് സെക്കൻഡ് മന്ത് വരുമ്പോൾ ആദ്യത്തെ മന്ത് നിങ്ങൾ സിലബസ് കവറിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സിലബസ് കവറിങ്ങും അതുപോലെ തന്നെ റെപ്പറ്റീഷൻ, റിവിഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഇനിയും സെക്കൻഡ് മന്ത് ആദ്യം സിലബസ് കവർ ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് രണ്ടാമത്തെ മന്ത് വരുമ്പോൾ നിങ്ങൾ സെക്ഷണൽ മോക്കുകൾ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാ ദിവസവും സെക്ഷണൽ മോക്കുകൾ ചെയ്യാൻ ശ്രമിക്കണം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനൊന്നും അല്ല. നിങ്ങൾക്ക് എക്സാമുമായിട്ടൊരു ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ചും മാത്സും റീസണിങ്ങിൻ്റെ മാർക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് നിങ്ങളുടെ GKയും ഇംഗ്ലീഷുമാണ് ഞാൻ സെക്ഷണൽ മോക്കുകൾ ചെയ്യണം എന്ന് പറഞ്ഞത്. അതായത് ടോപ്പിക് വൈസ്, സെക്ഷൻ വൈസ് ഉള്ള ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർലി റിവിഷന് വേണ്ടി തന്നെയാണ് കേട്ടോ. അത് ആക്ച്വലി റിവിഷന് വേണ്ടി തന്നെയാണ് സെക്ഷണൽ എന്ന് ചോദിച്ചത്. അതായത് വൊക്കാബുലറീസ് ഉണ്ടാവും, ഒരുപാട് വൊക്കാബുലറീസ് ഉണ്ടാവും, വൺ വേർഡ്സ് ഉണ്ടാവും, ആന്റണിംസ്, സിനോണിംസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡെയിലി നിങ്ങൾ ഈ പറയുന്ന സെക്ഷണൽ മോക്കുകൾ ചെയ്ത് അതിൽ നിന്നുള്ള നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ നോട്ട് ചെയ്ത് പോകുന്ന ഒരു ശീലം രണ്ടാമത്തെ മാസം നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ സെക്ഷണൽ മോക്ക് നിങ്ങളുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനല്ല ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ചും ക്വസ്റ്റ്യൻസ്, മാക്സിമം വൊക്കാബുലറീസ്, മാക്സിമം GK ക്വസ്റ്റ്യൻസ് ഇത് നമുക്ക് കിട്ടാനും എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്ന കുറേ ചോദ്യങ്ങൾ മനസ്സിലാക്കാനും നമുക്കൊരു പ്രാക്ടീസിന് വേണ്ടിയാണ് സെക്ഷണൽ മോക്കുകൾ. അത് സെപ്പറേറ്റ് ബുക്ക് എടുത്ത് നോട്ട് ചെയ്ത് തന്നെ പോവുക. ടോപ്പിക് വൈസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലൂടെയും സെക്ഷണൽ മോക്കും കടന്നു പോവുക. അപ്പോൾ സിലബസ് ആദ്യം കവർ ചെയ്തിട്ട് സെക്ഷണൽ മോക്കുകൾ വഴിയും റിവിഷൻ വഴിയും രണ്ടാമത്തെ മാസം നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. സെക്കൻഡ് മന്തിൽ. തേർഡ് മന്തിൽ എത്തുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഡെയിലി മോക്ക് അനാലിസിസ് ഇത് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം.
ഒരുപക്ഷെ 2 മാസമായിട്ടും ടോപ്പിക്കുകൾ തീരാത്ത ആൾക്കാർ ടോപ്പിക്കുകൾ പഠിക്കുന്നതിന് പാരലി തന്നെ നിങ്ങൾ ഡെയിലി മോക്ക് ആൻഡ് അനാലിസിസ് മസ്റ്റായിട്ടും ചെയ്യുക. ഡെയിലി മോക്ക് എഴുതുക, ഡെയിലി അനാലിസിസ് ചെയ്ത് ഇത് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനാണ്. നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് തന്നെ നോട്ട് ചെയ്യാനാണ്. ഓരോ ദിവസവും നിങ്ങളൊരു സെപ്പറേറ്റ് ഒരു ചാർട്ട് ഉണ്ടാക്കുക. ആ ചാർട്ടിനകത്ത് ഡേ 1 നിങ്ങൾ ചെയ്ത മോക്ക്, ആ മോക്കിന് നിങ്ങൾക്ക് മാത്സും റീസണിങ്ങും ക്വാളിഫൈ ആയോ എന്ന് നോക്കുക. അതിനുശേഷം GK എത്ര മാർക്ക് കിട്ടി, അതുപോലെ ഇംഗ്ലീഷിന് എത്ര മാർക്ക് കിട്ടി, അങ്ങനെ ഡെയിലി ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മോക്ക് എഴുതുമ്പോൾ നിങ്ങൾ അനാലിസിസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങളെല്ലാം സെപ്പറേറ്റ് ഒരു ബുക്ക് എടുക്കുക. മോക്കുമായിട്ട് ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ബുക്ക് എടുക്കുക. നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ, തെറ്റിയ ചോദ്യങ്ങൾ എഴുതി വെച്ച് അത് നോട്ട്സ് ഉണ്ടാക്കി തന്നെ പോകാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും ഇംഗ്ലീഷിന്റെയും ജികെയുടെയും ഇംഗ്ലീഷിന്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത ഏരിയാസ് സെപ്പറേറ്റ് നോട്ട് ചെയ്ത് തന്നെ പോകാൻ ശ്രമിക്കുക. ഡെയിലി മോക്ക് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയാണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് നോക്കിയാലോ. ജികെയുടെയും ഇംഗ്ലീഷിന്റെയും കാര്യം മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളുക. SSCയുടെ എല്ലാ പരീക്ഷകളെയും പോലും തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 2 ടോപ്പിക്കുകൾ ഇവിടെ ഉണ്ട്. സ്റ്റാറ്റിക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. സ്റ്റാറ്റിക് GKക്കും കറണ്ട് അഫയേഴ്സിനും നല്ല വെയിറ്റേജ് ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടേ നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. വളരെ പഠിക്കാൻ ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ അവസാനത്തെ മാസം പഠിക്കാം, അവസാനത്തെ മാസം ഇരുന്ന് കറണ്ട് അഫയർ പഠിക്കാം, സ്റ്റാറ്റിക് GK അവസാനം പഠിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യില്ല. ചിലരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടാവും ആദ്യം മാത്സ് റീസണിങ്. ചിലപ്പം SSC പഠിപ്പിക്കുന്ന SSCയുടെ മറ്റു പരീക്ഷകൾക്ക് പഠിക്കുമ്പോൾ ചിലരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടാവും ആദ്യം മാത്സും റീസണിങ്ങും ക്ലിയർ ആക്കുക, അതിനുശേഷം GK പോവാം. അങ്ങനെ ഒരു ചിന്താഗതിയിൽ പോകരുത് ഒരു കാരണവശാലും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GK സബ്ജക്ട് വായിക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് ഓർമ്മയിലിരിക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്. ഓർമ്മയിലിരിക്കേണ്ട ഒരു ചോദ്യം വായിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാവാതെ ഓർമ്മയിലിരിക്കണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഫ്രം ദ ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ് നിങ്ങൾ GKക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്റ്റാറ്റിക് GKയും കറണ്ട് അഫെയറും നിങ്ങളുടെ മെമ്മറിയിൽ ഇരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. ഒരുപാട് ടൈം എടുക്കും നിങ്ങളുടെ മെമ്മറിയിൽ ഇരിക്കാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി വായിച്ച് ഫൈനലി റിവൈസ് ചെയ്തില്ലെങ്കിൽ, ഡെയിലി വായിച്ച് ഫൈനലി റിവൈസ് ചെയ്യുകയും നിങ്ങൾ സെക്ഷണൽ മോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും കാണുകയും ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് എക്സാമിന് ഇത് കൃത്യമായിട്ട് ഇതാണ് ഉത്തരം എന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഇന്നു മുതൽ സ്റ്റാറ്റിക് GKക്കും കറണ്ട് അഫയേഴ്സിനും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോളൂ. അതുപോലെ തന്നെ സയൻസ്, നിങ്ങൾക്കറിയാം സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്ട്സും വരുന്നതാണ്. നിങ്ങൾ അതിന്റെ ബേസിക്സ് ഒക്കെ നോക്കാതെ ഇനിയുള്ള 3 മാസം എല്ലാ ടോപ്പിക്കുകളും കടന്നു പോകാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിലേ ചെയ്യാൻ ശ്രമിക്കുക. സയൻസ് പഠിക്കുമ്പോൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ നോട്ട് ചെയ്യുകയും ചെയ്തു പോകുന്ന ഒരു ടാക്ടിക്സ് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സ്റ്റാറ്റിക്കിൽ തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് സ്പോർട്സ്. സ്റ്റാറ്റിക് കറണ്ട് അഫയേഴ്സിൽ തന്നെ സ്പോർട്സ് ടോപ്പിക് ഒരുപക്ഷെ വന്നേക്കാം. അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കാണ് ഹിസ്റ്ററി. വളരെ വാസ്റ്റ് ആണ്. ഹിസ്റ്ററി 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ടോപ്പിക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇതിനകത്ത് മോഡേൺ ഇന്ത്യ ഉണ്ട്, മിഡീവൽ ഇന്ത്യ ഉണ്ട്, ഏൻഷ്യന്റ് ഇന്ത്യ ഉണ്ട്. വളരെ വാസ്റ്റ് ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അത് SSC MTSന്റെ മാത്രമല്ല, SSCയുടെ എല്ലാ എക്സാംസിന്റെയും, SSC CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, MTS ആയിക്കോട്ടെ, എല്ലാ പരീക്ഷയുടെയും പ്രീവി ക്യൂസ് നിങ്ങൾ മാക്സിമം വായിക്കണം. അതുപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ നമ്മൾ പലപ്പോഴും സ്റ്റാറ്റിക് GKയുടെ കൂടെ തന്നെ പറയുന്ന ടോപ്പിക്കാണ്. പിന്നീട് ജോഗ്രഫി ഇമ്പോർട്ടന്റ് ആണ്, വളരെ വാസ്റ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്യുക. 3 months പഠിക്കാനുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നീട് എക്കണോമി വരുന്നുണ്ട്, ഇന്ത്യൻ പൊളിറ്റി വരുന്നു. ഇന്ത്യൻ പൊളിറ്റി വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കിലൂടെ തന്നെ കടന്നുപോയാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇതിനകത്ത് നിന്നുള്ള 1-2 മാർക്ക് ഉറപ്പായിട്ടും മേടിക്കാൻ പറ്റുന്ന, ഒരു കാരണവശാലും മിസ് ചെയ്തുകൂടാത്ത ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ പൊളിറ്റി. സോ ഇതിന്റെ മാർക്ക് നമുക്ക് ഏകദേശം ഗ്യാരണ്ടീഡ് ആണ്. ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്കുകളിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണ്, പഠിക്കേണ്ട ടോപ്പിക് ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഇനിയുള്ള ഓരോ ക്ലാസ്സുകളും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. സോ നിങ്ങൾ ഇനി വരുന്ന ഈ തണ്ടർ ബാച്ചിന്റെ ഓരോ ക്ലാസ്സും കാണുക, മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക, എല്ലാം നോട്ട്സ് ഉണ്ടാക്കി റെഗുലർ ആയിട്ട് നമ്മളെ ഫോളോ ചെയ്യുക. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് SSC MTS എക്സാം ക്ലിയർ ചെയ്യാം. ഇനിയും GK മാത്രമല്ല, പിന്നെന്തുണ്ട്? ഇംഗ്ലീഷ് ഉണ്ട്. നമ്മുടെ ക്രൂഷ്യൽ സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനിഷ്യലി വരുന്ന 1 മാസം കൊണ്ട് നിങ്ങൾക്ക് 1 month ഉണ്ട്. ആ 1 month നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഗ്രാമർ ബേസ്, നിങ്ങൾക്ക് ഗ്രാമർ പ്രോപ്പറായിട്ട് ഇല്ലാത്ത ആളാണെങ്കിൽ ഗ്രാമർ പ്രോപ്പർലി മനസ്സിലാക്കുക. ബേസിക് ഗ്രാമർ, അതായത് ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും, എറർ സ്പോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്ലിയർലി ശ്രദ്ധിക്കേണ്ടത് ഗ്രാമർ ബേസ് ഇല്ലാത്ത ആളാണെങ്കിൽ 1 month ബേസിക് ഗ്രാമർ നിങ്ങൾ അറിയണം. അതിനുശേഷം 2nd month മുതൽ എറർ സ്പോട്ടിങ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് പോലെയുള്ള ടോപ്പിക്കുകൾ, ഫില്ലേഴ്സ്, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടത് 2nd month. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 1st month തന്നെ ഗ്രാമർ ക്ലിയർ ആക്കണം. അത് മാത്രം പോരാ, പ്രത്യേകിച്ചും
ഇങ്ങനെ വരുന്ന പരീക്ഷകൾക്ക് വൊക്കാബുലറി ഉള്ളത് കൊണ്ട് വൊക്കാബുലറി ലാസ്റ്റ് മിനിറ്റിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഫ്രം ഡേ 1 ഒന്നാമത്തെ ദിവസം മുതൽ ഒരു ദിവസം ഇത്ര നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാം. 25 വേർഡ്സ് ഒരു ദിവസം പഠിക്കും എന്ന് കരുതി 25 ഡേയ്സ് നിങ്ങൾ ഒരു 25 വൊക്കാബുലറീസ് ഒരു ദിവസം പഠിക്കും എന്ന രീതിയിൽ ഡെയിലി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരു 90 ദിവസം പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ 100 ദിവസം പോവുകയാണെങ്കിൽ 2500 വൊക്കാബ്സ് നിങ്ങളുടെ കയ്യിലിരിക്കും. ഇത് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ആക്കണം. ഇനിയും എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളവർ ഇംഗ്ലീഷ് ഒരുപാട് ബുക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഏറ്റവും ബെസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ബുക്ക് നോക്കുക. ബ്ലാക്ക് ബുക്കിലെ വൊക്കാബുലറി പഠിച്ചു പോവുക, ഓർഡർലി പഠിച്ചു പോവുക. ഇത് ഏറ്റവും ബെറ്റർ വഴിയാണ്. 2500 വേർഡ്സ് അല്ലെങ്കിൽ മാക്സിമം വേർഡ്സ് ഡേ 1 മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒന്നാമത്തെ ദിവസം മുതൽ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളത് വായിക്കുകയും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ 2500 വേർഡ്സ് ഒരു വട്ടം വായിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കില്ല. സോ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഈക്വൽ ഇന്റർവൽ ടൈമിൽ ഒരാഴ്ച വായിച്ചു, 2 ആഴ്ച വായിച്ചു, അതിനുശേഷം റെപ്പറ്റീഷൻ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. ഇത് റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ വൊക്കാബുലറി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിരിക്കും, ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കി മാർക്ക് കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. സോ റിപ്പീറ്റ് ചെയ്യുക. സോ ഡേ 1 മുതൽ ഡേ മന്ത് 3 മൂന്നാമത്തെ മാസം അല്ലെങ്കിൽ 4ാമത്തെ മാസം നിങ്ങൾ എക്സാം എഴുതുന്നത് വരെ പുതിയ വൊക്കാബുലറീസ് ആഡ് ചെയ്യുകയും റിവിഷൻ ചെയ്യുകയും ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രമിക്കണം. ഇത് വളരെ ക്രൂഷ്യലാണ് ഇംഗ്ലീഷ് സബ്ജക്റ്റിനെ സംബന്ധിച്ച്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇതാണ് നമ്മുടെ ബേസിക് പ്രിപ്പറേഷൻ്റെ കാര്യം പറഞ്ഞത്. ഇനിയും SSC MTS ദിശ അക്കാഡമിയുടെ കോഴ്സ് ഇല്ലേ എന്ന് ചോദിച്ച് കുറേ പേര് മെസ്സേജ് ഇടുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ പെയ്ഡ് കോഴ്സ് അവൈലബിൾ ആണ്. SSC MTS പെയ്ഡ് കോഴ്സും അവൈലബിൾ ആണ്. ആക്ച്വൽ പ്രൈസ് 2999 രൂപയ്ക്ക്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കോഴ്സ് പഠിക്കാൻ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ഡെയിലി ഒരു ക്ലാസ് ഷെഡ്യൂൾ ഉണ്ട്. അപ്പോൾ ഡെയിലി ക്ലാസ് ഷെഡ്യൂൾ അനുസരിച്ച് ഓരോ ടോപ്പിക്സും കവർ ചെയ്ത് അങ്ങനെ പഠിച്ചു പോകണം എന്നുള്ളവർക്ക് ഈ ക്രാഷ് കോഴ്സിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി അല്ലാത്തവർക്കാണ് യൂട്യൂബിലെ ഫ്രീ ക്ലാസ്സസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ കോഴ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർ ദിശ ഓൺലൈൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് റെഗുലർലി ഡെയിലി ക്ലാസ് ഉണ്ട്. നിങ്ങളൊരു ടെലഗ്രാം ചാനലിൽ ആഡ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും. മാത്രമല്ല നിങ്ങൾക്ക് ക്ലാസ് നോട്ടുകൾ ക്ലാസ് കഴിഞ്ഞിട്ട് PDF ആയിട്ട് നിങ്ങളുടെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. ഇനിയും ലൈവ് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സും കാണാൻ പറ്റും. മാത്രമല്ല നമ്മളൊരു കോഴ്സ് 1 ഇയർ വാലിഡിറ്റി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് അടുത്ത MTS വരെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. 1 ഇയർ വാലിഡിറ്റി ഉണ്ടായിരിക്കുന്ന അതിൻ്റെ ടോട്ടൽ ഫീസ് 2999 രൂപയാണ്. ഓർക്കുക, ഇത് ലൈവ് ക്ലാസ് ആണ്. ലൈവ് കൂടാതെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ലൈവ് ക്ലാസ് ആണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കുക. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ ഈ കോഴ്സിന് എൻറോൾ ചെയ്യുക. നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ ഉണ്ട്. കോൺടാക്ട് നമ്പർ 8075753676. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് കിട്ടും. താല്പര്യമുള്ളവർ നോക്കുക. അല്ലാത്തവർക്കായിട്ട് ദിശ അക്കാഡമിയുടെ ഫ്രീ ക്ലാസ്സസ് യൂട്യൂബിൽ നമ്മളെല്ലാ കോഴ്സിനും ചെയ്യുന്ന പോലെ ഫ്രീ ക്ലാസ്സസ് MTS SSC MTS വേണ്ടി തണ്ടർ ബാച്ച് എന്ന പേരിൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ആദ്യം മുതലേ പറഞ്ഞു കഴിഞ്ഞു. നാളെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നാളത്തെ ക്ലാസ് ആരാണ്? നാളെ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ആദ്യത്തെ ക്ലാസ് സ്റ്റാറ്റിക് GK വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് പറഞ്ഞു. സ്റ്റാറ്റിക് GK ക്ലാസ്സുമായിട്ട് നിത്യ മിസ് ആണ് വരുന്നത്. വളരെയധികം കണ്ടന്റ് പാക്ഡ് ആയിട്ടാണ് മിസ് വരുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല മിസ്സിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നിന്ന് നമ്മുടെ SSC CHSL പരീക്ഷ നടന്നപ്പം കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ നിന്നും സ്റ്റാറ്റിക് GKയുടെ ക്ലാസ്സിൽ നിന്നും ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അതുപോലെ മിസ് എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് അതുപോലെ വന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മിസ്സിനെ വിളിക്കുന്നുണ്ടായിരുന്നു. മിസ് അതിൻ്റെ മെസ്സേജസ് ഒക്കെ എനിക്ക് അയച്ചു തന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നു. ഒരു ഷിഫ്റ്റിൽ തന്നെ 4 ക്വസ്റ്റ്യൻസ് മിസ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിലായിട്ട് ഓഫ്ലൈനിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ മെസ്സേജ് അയച്ചത് എനിക്ക് മിസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്സിനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും റിലേ ചെയ്യാം. മിസ്സിൻ്റെ സ്റ്റാറ്റിക് GK ക്ലാസ് ആണ് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നാളത്തെ ക്ലാസ്സിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്ലിയർലി SSC MTS വേണ്ടി നിങ്ങളുടെ സമയം മാറ്റി വെക്കുക. അപ്പോൾ എല്ലാ ദിവസവും 7 മണിക്ക് 7 PM ക്ലാസ് വരുന്നത്. ക്ലാസ് ടൈമിങ് മോസ്റ്റ്ലി 7 PM പ്രീമിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈവ് ക്ലാസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് പ്രത്യേകിച്ചും വന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. കുറേ ആൾക്കാർ കുറേ സംശയങ്ങൾ ചോദിച്ചതായിട്ട് ഞാൻ കണ്ടു. അതായത് SSC MTS മാർക്കിനെ പറ്റി, കട്ട് ഓഫ് മാർക്കിനെ പറ്റി, അല്ലെങ്കിൽ വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റിലാണോ, സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് ആണോ, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ്
ആൻസേഴ്സുമായിട്ട്, ആ ചോദ്യങ്ങളുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ വരുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ആ സംശയങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം. മാത്രമല്ല പുതിയ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് അതിൻ്റെ ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. MTS, ഹവിൽദാർ ഇത് തമ്മിൽ വ്യത്യാസം എന്താ, രണ്ടും ഒരു പരീക്ഷയാണോ, രണ്ട് വേക്കൻസി ആണോ, രണ്ടിൻ്റെയും ക്വാളിഫിക്കേഷൻ ഡിഫറൻ്റ് ആണോ, എന്ത് പോസ്റ്റുകളാണെന്നൊക്കെ സംശയം കാണുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഉത്തരം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മാക്സിമം ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ ആയിട്ട് കാത്തിരിക്കാം. നെക്സ്റ്റ് ഡേ നമുക്ക് കാണാം. താങ്ക്